ഇന്ന് നമ്മൾ പൂക്കൾ തേടിയുള്ള ഒരു അടിപൊളി യാത്രയാണ് കേട്ടോ. എല്ലാവരെയും കൂട്ടി രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് അടിപൊളി മഴ. പിന്നെ വണ്ടിയിട്ട് ആ മഴയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ. ഒരാളൂടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പതിയെ പുറകിലത്തെ സീറ്റിലേക്ക് മാറിട്ടോ. ഇത് കണ്ടില്ലേ, നല്ല സുഖമായ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങാനായിട്ട് അവൻ ആരംഭിച്ചു കേട്ടോ. വേറായപ്പോഴത്തേന് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അവിടെ ഒരു ബേക്കറിയിൽ നിർത്തി പപ്സും ചായയാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. നല്ല അടിപൊളി എഗ് പപ്സ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രസമുള്ള പപ്സാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പപ്സ്. ഞാൻ അടുത്തിടയ്ക്കെങ്ങും ഇത്ര നല്ല പപ്സ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് വലിയ കാര്യമായി ഞാനിത് കാണിച്ചു തരുന്നത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് കോഫിയായിരുന്നു. ഞാൻ കടയിലേക്ക് പോയില്ല, കാരണം കുഞ്ഞ് വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് ഞാൻ കടയിലേക്ക് പോയില്ല കേട്ടോ. ഞാൻ വണ്ടിക്കകത്തിരുന്ന് തന്നെ പപ്സും നല്ല അടിപൊളി ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അടുക്കാറായി കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ഈ റോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തമിഴ്നാട് എത്തി എന്ന്. ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടുത്തെ റോഡിൻ്റെ സൈഡുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് വാഴയും തെങ്ങും അങ്ങനെ ഒത്തിരി പച്ചപ്പ് നിറഞ്ഞ നല്ല കാഴ്ചകൾ. അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്ഥലത്തെത്തി കേട്ടോ. കമ്പത്താണ് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ. ഇവിടെ നല്ല അടിപൊളി വടയും ചായയും കിട്ടും. അപ്പോൾ ഞങ്ങളൊരു കൊച്ചു കടയിൽ നിർത്തി വടയും ചായയും കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടേക്കാണ് കേട്ടോ. അപ്പോഴത്തേന് കുഞ്ഞിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റു. ഇവിടുത്തെ വടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നല്ല ഉഴുന്ന് കൂടുതലായി ചേർത്തിട്ടുള്ള വടയായിരിക്കും. നമ്മുടെ ഈ നാട്ടിലൊക്കെ കിട്ടുന്നതിനേക്കാളും ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റ് ഈ വടയ്ക്ക് ഭയങ്കര കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ലൊക്കേഷൻ എത്തി, അതായത് മുന്തിരി ഫാമിലേക്ക്. ഇവിടെ കാണാനായിട്ട് പറ്റും നല്ല പഴുത്ത മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ടാണ് ആദ്യത്തെ നമ്മളുടെ യാത്ര. ഇതൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെ നടന്ന് കാണാനായിട്ട് പറ്റും. ഇതൊക്കെ പച്ച മുന്തിരിങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ വെറുതെ നടക്കാനായിട്ട് തന്നെയായിട്ട് വൃത്തിയായിട്ട് നല്ലൊരു നടപ്പ് പാത ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് നല്ലൊരു വെയിലൊക്കെയുള്ള സമയത്താണ് വരുന്നതെങ്കിൽ പോലും ഇവിടെ നല്ലോണം ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പോൾ അച്ചും ചെറുക്കാപ്പൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു, കാരണം ഒരുപാടിങ്ങനെ ഓടി നടക്കാൻ പറ്റുമായിരുന്നു. കുറേ നേരം ഞങ്ങളിവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ആസ്വദിച്ചു. പിള്ളേരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ ഇത് എവിടെയാണ് ലൊക്കേഷൻ എന്ന് നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല അല്ലേ. തമിഴ്നാട്ടിലെ കമ്പത്തിനടുത്ത് ഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ കാണാൻ പോയ മുന്തിരിത്തോട്ടം, അതുപോലെ തന്നെ നമ്മൾ കാണാൻ പോയ പൂക്കളും. അപ്പോൾ എന്ത് പൂക്കളാണ് എന്ന് ഉള്ളവർക്ക് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ബന്ദിപ്പൂവിൻ്റെ സീസണാണ്, ഓണം ആയതുകൊണ്ട്. അപ്പോൾ ബന്ദിപ്പൂക്കൾ ധാരാളമായി കൃഷി ചെയ്ത് ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബന്ദിപ്പൂത്തോട്ടം. ഗൂഡല്ലൂരിൽ നിന്ന് കമ്പത്തേക്ക് പോകുന്ന ആ റൂട്ടിൽ മെയിൻ റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ ധാരാളം പൂക്കൾ കൃഷി ചെയ്ത് നിർത്തിയേക്കുന്നത് കാണാം. ഓണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇവ കാണാനായിട്ട് പറ്റത്തില്ല, കാരണം അപ്പോഴത്തേക്കും ഇതെല്ലാം അവർ വിളവെടുത്ത് വേറെ കൃഷികളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ യാത്ര. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. അടുത്ത തവണത്തെ ഓണത്തിന് ഈ പൂത്തോട്ടം കണ്ടിട്ടില്ലാത്തവർ ഡെഫിനറ്റായിട്ട് പോയി കാണണം കേട്ടോ.